കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കൊച്ചിയിലേക്ക് വിനോദയാത്രയ്ക്ക് വന്ന ഭിന്നശേഷി കുട്ടികൾ അടങ്ങിയ സംഘത്തിന് ഭക്ഷ്യവിഷബാധയേറ്റു. കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. മറൈൻ ഡ്രൈവിൽ നിന്നും ആഹാരം കഴിച്ചതിന് ശേഷമാണ് കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 100 ആളുകളാണ് ഉണ്ടായിരുന്നത്. 50 കുട്ടികളും പിന്നെ സ്റ്റാഫും രക്ഷിതാക്കളുമായിട്ട് 100 ആൾ 2 ബസ്സിലായിട്ടുണ്ടായിരുന്നത്. ആ പാക്കേജിൽ ഈ ബോട്ടിൽ തന്ന ഭക്ഷണം ഞങ്ങൾക്ക് അതിലൊരു സംശയമുള്ളത് ഒരു മോരുകറി ഉണ്ടായിരുന്നു, ഒരു മധുരമുള്ള. അപ്പോൾ അത് കഴിക്കാത്തവർക്കില്ല, മൂപ്പര് മോരുകറി കഴിച്ചിട്ടില്ല, അവർക്കില്ല. പിന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഡോക്ടർ സഫ്ന എന്ന് പറഞ്ഞാൽ, അവരും മോരുകറി കഴിച്ചിട്ടില്ല, അവർക്കില്ല. അങ്ങനെ മോരുകറി കഴിക്കാത്ത അല്ലെ ഭക്ഷണം കഴിക്കാത്തവർക്കൊന്നുമില്ല. ഏകദേശം 2-3 ടീച്ചേഴ്സൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, അവർക്കും ഇല്ല. ബാക്കി എല്ലാവർക്കും ഉണ്ട്. ഒരു ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 2 ഇഞ്ചക്ഷൻ തന്നു. പിന്നെ അതുകൊണ്ട് ട്രിപ്പ് കൊടുത്ത് കുട്ടികളുണ്ട്. ടീച്ചേഴ്സിന് 2-3 ടീച്ചേഴ്സിന് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. കുറേ ആൾ ഇവിടെ ടോക്കൺ എടുത്തിട്ട് ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഇതിൽ നിന്നാണ് പോയത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, കുട്ടികൾക്കുൾപ്പെടെയാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? നിലവിൽ 50ഓളം വരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും ഈ കുട്ടികളുടെ ഒപ്പം വന്ന രക്ഷിതാക്കൾക്കുമാണ് ഇപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. ഇതിൽ ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകി കുറച്ച് പേർ ഇപ്പോൾ ആശുപത്രിക്ക് വെളിയിലേക്ക് എത്തിയിട്ടുണ്ട്. 8ഓളം പേർക്ക് ഇതിനോടകം ട്രിപ്പ് ഇട്ടുള്ള ചികിത്സയാണ് നൽകിയിരിക്കുന്നത്. കലശലായ ഛർദിയും അതുപോലെ തന്നെ വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഈ കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ എത്തിയ കുട്ടികൾക്ക് വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഛർദിയും അതുപോലെ തന്നെ വയറിളക്കവും അനുഭവപ്പെടുന്നത്. ഇവർ ഒരു പാക്കേജിൻ്റെ ഭാഗമായി ഈ കൊച്ചി കായലിലൂടെ ഒരു യാത്ര നടത്തിയിരുന്നു, ബോട്ട് സർവീസിലൊരു യാത്ര നടത്തിയിരുന്നു. അവിടെ നിന്നും അവർക്ക് ലഭിച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത്. അതിൽ തന്നെ ഈ കുട്ടികളുടെ ഒപ്പം വന്നവർ പറയുന്നത് മോരുകറി കഴിച്ചവർക്കാണ് ഇത്തരത്തിലുള്ളൊരു ഈ അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്നാണ് ഈ കുട്ടികളുടെ ഒപ്പമുണ്ടായിരുന്ന രക്ഷിതാക്കൾ അടക്കമുള്ളവർ നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും ഇപ്പോൾ ഈ കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ കോഴിക്കോട്ടേക്ക് മടങ്ങേണ്ട സംഘമാണ്. ഇതിനിടയിലാണ് വൈകിട്ടോടെ ഇത്തരത്തിലുള്ളൊരു അസ്വസ്ഥത അനുഭവപ്പെട്ട് അവർക്ക് യാത്ര തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിച്ച കുട്ടികൾക്ക് അടിയന്തരമായി അത്യാഹിത വിഭാഗത്തിൽ പ്രാഥമിക ചികിത്സ നൽകി വരികയാണ്. 8ഓളം കുട്ടികൾക്ക് ഇതിനോടകം ട്രിപ്പ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം ഇഞ്ചക്ഷനും അതുപോലെ തന്നെ ORS ലായനി അടക്കമുള്ളവ നൽകി തൽക്കാലം ഒരു സ്ഥിതി ശാന്തമാക്കുന്ന നിലയിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സന്ധ്യ. ശരി വിഷ്ണു, കൊച്ചിയിലേക്ക് വിനോദയാത്ര വന്ന സംഘത്തിലുള്ളവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. മറൈൻ ഡ്രൈവിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കുട്ടികളടക്കമുള്ളവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇപ്പോൾ ഇവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.